വിക്ടോറിയ ഗൗരിയെ മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി നിയമിക്കാനുള്ള തീരുമാനത്തിനെതിരെയുള്ള ഹർജികളിൽ സുപ്രീം കോടതി സുപ്രധാനമായ ചില തീരുമാനങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരു ജഡ്ജി അയോഗ്യയാണ് അല്ലെങ്കിൽ ഒരു ജഡ്ജിയെ അയോഗ്യയാക്കി പ്രഖ്യാപിക്കാനോ ഒന്നും കോടതിക്ക് കഴിയില്ല, മറിച്ച് യോഗ്യത പരിശോധിക്കാൻ മാത്രമേ കഴിയൂ എന്ന്. ഏതായാലും മദ്രാസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞു. ആന്റണി ജിസ് ജോർജ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ്. ആന്റണി, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സുപ്രീം കോടതിയുടെ ഈ ബഞ്ചിന് ഒരു കാരണവശാലും ഒരു ജഡ്ജിയുടെ കാര്യത്തിൽ ജഡ്ജി അയോഗ്യയാണെന്ന് പറയാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, ഒരു രാഷ്ട്രീയ ബന്ധമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലമോ ജഡ്ജി നിയമനത്തിനുള്ള അയോഗ്യതയായി കാണാൻ കഴിയില്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു എന്നാണ് അറിയുന്നത്. ഏതായാലും അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. മദ്രാസ് ഹൈക്കോടതിയിൽ വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. എന്തൊക്കെയാണ് സാഹചര്യം? ഫിറോസ്, ഇപ്പോൾ വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. അതേസമയം കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞത് ഈ കൊളീജിയൻ തീരുമാനത്തിൽ നിലവിൽ അത് റദ്ദാക്കാനാവില്ല, അതിൽ ഇടപെടാനാകില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ 10:30 ഈ ഹർജി പരിഗണിച്ചത്. ഹർജി പരിഗണിച്ചപ്പോൾ ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന ഈ കൊളീജിയം ശുപാർശ സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കോടതി പരിഗണിക്കുന്നത്, മറ്റു കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അഭിഭാഷകനായ ഈ ഹർജിക്കാരുടെ അഭിഭാഷകനായ രാജു രാമചന്ദ്രൻ വാദിച്ചത് യോഗ്യത ഇതിനപ്പുറത്തേക്ക് ഈ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ ഉൾപ്പെടെയുണ്ട്, ഈ വിദ്വേഷ പ്രസംഗങ്ങൾ ഉൾപ്പെടെയുള്ളത് കോടതിക്ക് മുന്നിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ വാദിഭാഗം ചൂണ്ടിക്കാട്ടി. അതേസമയം കോടതി പറഞ്ഞത് ഈ നേരത്തെയും രാഷ്ട്രീയ ബന്ധമുള്ളവരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കൊളീജിയം എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ടാകും, എല്ലാ രേഖകളും ഒക്കെ പരിശോധിച്ചിട്ടുണ്ടാകും. ഏതായാലും ഈ യോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുകൊണ്ട് തന്നെയാണ് കോടതി തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി പറഞ്ഞത്. നേരത്തെയും തനിക്ക് ഉൾപ്പെടെ ഈ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുൾപ്പെടെ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാട്ടി. പക്ഷേ പക്ഷേ അപ്പോൾ അഭിഭാഷകൻ പറഞ്ഞത് ഈ രാഷ്ട്രീയ ബന്ധം മാത്രമല്ല, ഇവർ പലതരത്തിലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഈ വിക്ടോറിയ ഗൗരിക്ക് യോഗ്യതയില്ല എന്നുള്ള ഒരു വാദമാണ് പ്രധാനമായും ഉയർത്തിയത്. പക്ഷേ കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ നേരത്തെയും രാഷ്ട്രീയ ബന്ധമുള്ളവരുടെ അതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കോടതി പറഞ്ഞത്. ഏതായാലും കൊളീജിയൻ തീരുമാനം ഇപ്പോൾ റദ്ദാക്കാനാവില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. അതേസമയം വിക്ടോറിയ ഗൗരി മദ്രാസ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി അല്പസമയത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഇനി ഈ വാദത്തിന്റെ അല്ലെങ്കിൽ ഈ കേസ് ഹർജിയുടെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ചോദ്യമാണ്. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റാൽ പിന്നെ അവരെ പുറത്താക്കുക അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ മാത്രമേ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. അതേസമയം ഹർജിക്കാർക്ക് തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിവരം. ഫിറോസ്. ആന്റണി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊളീജിയം ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു അഡീഷണൽ ജഡ്ജിയായി ഒരാളെ ശുപാർശ ചെയ്യുക. ആ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു, പിന്നീട് രാഷ്ട്രപതിയുടെ വിജ്ഞാപനമായി വരുന്നു. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ, അതിൻ്റെ ഒരു നടപടിക്രമം അങ്ങനെയാണ്. ആ നടപടിക്രമത്തിൻ്റെ ഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, ഇവരുടെ ലേഖനങ്ങൾ അതൊന്നും ഗൗരവമായി പരിഗണിക്കപ്പെട്ടില്ല എന്ന് വേണമോ കരുതാൻ? അതുതന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും യോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ഈ നിയമനം നടത്തുന്നത്. കോടതിയുടെ വിഷയം യോഗ്യത എന്നതാണ്. അത് പരിഗണിച്ചാണ് നിയമനം നടത്തിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ല, ഈ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഈ യോഗ്യത അവർ ഈ സോളിസിറ്റർ ജനറൽ ഉൾപ്പെടെയായി നിന്നിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ. അപ്പോൾ ആ തരത്തിലുള്ള യോഗ്യതകൾ മാത്രമാണ്
പരിഗണിക്കുന്നത്. നേരത്തെ ഈ വാദം നടക്കുമ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പറഞ്ഞത് ഇവിടെ കോടതിക്ക് മുന്നിലുള്ളത് യോഗ്യതയും അനുയോജ്യതയും ഈ അനുയോഗ്യതയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതാണ് കോടതി പരിഗണിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ യോഗ്യത ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം ഈ കോടതിക്ക് മുന്നിൽ ഇവർ ഉന്നയിക്കുന്ന ഒരു വാദം ഈ യോഗ്യത എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ ബന്ധത്തിന് പുറത്ത് ഈ വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെ നടത്തിയ കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. അപ്പോഴും കോടതി അത്തരം സംഭവങ്ങളിലേക്ക് പോകുന്നില്ല. ഈ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി രാഷ്ട്രീയ ബന്ധം നേരത്തെയും ഉള്ളവരെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ ബുള്ളറ്റിനിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. അതായത് അപൂർവമായ ഒരു സാഹചര്യമാണ്. ഇതിന് മുൻപ് 1992 ഇത്തരത്തിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും കൊളീജിയത്തിന്റെ ശുപാർശ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ കൊളീജിയത്തിന്റെ ശുപാർശ റദ്ദാക്കുന്ന നിലയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു അപൂർവമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൊളീജിയം ശുപാർശകൾ റദ്ദാക്കപ്പെടരുത് എന്നൊരു അങ്ങനെ ഒരു നിർബന്ധം കൂടി അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിക്കപ്പെടുക കൂടി ചെയ്യുന്നുണ്ട് നീതിപീഠം. അങ്ങനെയും കാണേണ്ടി വരുന്നുണ്ടോ നമുക്ക്? തീർച്ചയായിട്ടും ഇതിനു മുമ്പ് നേരത്തെ ഫിറോസ് സൂചിപ്പിച്ചതുപോലെ ഒരു തവണ മാത്രമാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് കൊളീജിയം ശുപാർശ ചെയ്ത ഒരു ജഡ്ജിയുടെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് റദ്ദാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അത് 1992 മാത്രമാണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു അസാധാരണമായ ഒരു സംഭവത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കോടതി പറയുന്നത് ഈ കൂടിയാലോചനകളെല്ലാം നടത്തി തന്നെയാണ് ഇത്തരത്തിലൊരു നിയമനത്തിലേക്കൊക്കെ കൊളീജിയം പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആ ഹർജി തള്ളി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ കൊളീജിയം തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള കോടതി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു വിഭാഗം അഭിഭാഷകർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഏതായാലും അസാധാരണമായ സംഭവം അത്തരമൊരു നീക്കത്തിലേക്ക് കോടതി പോയിട്ടില്ല എന്നുള്ളതാണ്. കൊളീജിയത്തിന്റെ തീരുമാനത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ മറ്റ് കാര്യങ്ങളിലേക്കുള്ള ഉത്തരവിറക്കാൻ കഴിയില്ല എന്ന് കൃത്യമായും സുപ്രീം കോടതി പറഞ്ഞു. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, യോഗ്യത തീരുമാനിക്കാൻ കോടതിക്ക് കഴിയില്ല, അയോഗ്യയാക്കി പ്രഖ്യാപിക്കാൻ കോടതിക്ക് കഴിയില്ല. യോഗ്യതയുണ്ടോ എന്ന് നോക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ ബന്ധമോ രാഷ്ട്രീയ പശ്ചാത്തലമോ ഒരാൾക്ക് ജഡ്ജിയാകുന്നതിന് തടസ്സമല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കണം. ആന്റണി, വളരെ നാടകീയമായിരുന്നു കാര്യങ്ങൾ. കാരണം ഈ സത്യപ്രതിജ്ഞയുടെ ഒരുക്കങ്ങളെല്ലാം മദ്രാസ് ഹൈക്കോടതിയിൽ പൂർത്തിയായി ഇങ്ങനെ കാത്തിരിക്കുന്നു ജഡ്ജിമാരും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതുപോലെ വിക്ടോറിയ ഗൗരിയുമൊക്കെ. അതേസമയം തന്നെയാണ് വളരെ അടിയന്തര സ്വഭാവത്തോടെ ഈ കേസ് സുപ്രീം കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരുന്നത്. നെഞ്ചിടിപ്പേറുന്ന മിനിറ്റുകളിലൂടെയാണ് കടന്നുപോയത്. അപ്പോൾ കുറച്ച് മിനിറ്റുകൾ നേരത്തേക്കെങ്കിലും ഈ സത്യപ്രതിജ്ഞ നീട്ടിവച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? 10:35 സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരുന്നുവെങ്കിലും ചില മിനിറ്റുകൾക്ക് മുൻപ് ഒരു 10:44 സത്യപ്രതിജ്ഞ നടന്നതെന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും വാദം പുരോഗമിക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും നടന്നത്. നേരത്തെ 10:35 സത്യപ്രതിജ്ഞ എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും അവിടെ പൂർത്തിയായിരുന്നു. പക്ഷേ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ 10:44 കൂടി മാത്രമാണ് സത്യപ്രതിജ്ഞ നടന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ കോടതി തീരുമാനത്തിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കോടതിയുടെ ആ വാദത്തിൽ തന്നെ അനുകൂലമായ ഒരു നിലപാടിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാവണം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അവർ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി മുന്നോട്ട് പോയത്. കോടതി തുടക്കത്തിൽ തന്നെ ഈ കേസിന്റെ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ കോടതി വ്യക്തമാക്കിയത് ഈ യോഗ്യതയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. തുടക്കം മുതൽ തന്നെ അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ ഹർജി തള്ളുന്നതിന് മുമ്പ് തന്നെ എത്തിയത് എന്നുള്ളതാണ്. അവസാനത്തെ വാദത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ളത് കൂടി കോടതി വ്യക്തമാക്കിയതോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോയത്. നേരത്തെ 9:15 ഈ ഹർജി തള്ളിയ ശേഷമാണ്, ഏതാണ്ട് ഹർജി തള്ളി ചില സെക്കൻഡുകൾക്കുള്ളിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുന്നതെന്നാണ് ഞാൻ ഇവിടെ നമ്മൾ നിയമസഭയുടെ തത്സമയ സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു ചാനലിലൂടെ അതിൻ്റെ തത്സമയ അപ്ഡേറ്റ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മനസ്സിലായത് കൃത്യമായും സുപ്രീം കോടതി ഈ ഹർജി തള്ളുന്നു, അല്ലെങ്കിൽ ഇതിൽ നിയമനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന നിലപാട് കൃത്യമായും സ്വീകരിക്കുന്നു.
അയോഗ്യയാക്കാൻ കോടതിക്ക് കഴിയില്ല, യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കാനേ കോടതിക്ക് കഴിയുമെന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞു കഴിയുന്ന സാഹചര്യത്തിലാണ് വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മദ്രാസ് ഹൈക്കോടതിയിൽ തുടങ്ങുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഏതായാലും ഈ വിവാദങ്ങൾക്കിടെയാണ് വിക്ടോറിയ ഗൗരി മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, അതുപോലെ വിദ്വേഷ ലേഖനങ്ങളൊക്കെ എഴുതി എന്ന ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് മദ്രാസ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി വിക്ടോറിയ ഗൗരിയുടെ നിയമനം, ആ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ഇന്ന് 10:30 സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരുന്നത്. ആ സാഹചര്യത്തിൽ അടിയന്തര സ്വഭാവത്തോടെ സുപ്രീം കോടതിയുടെ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയായിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇങ്ങനെ ഒരു കേസിൽ ഇടപെടാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. പ്രത്യേകിച്ചും കൊളീജിയത്തിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ജഡ്ജിമാരെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ കൊളീജിയത്തിൻ്റെ ശുപാർശകളാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ കൊളീജിയത്തിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വന്ന കൊളീജിയം അംഗീകരിച്ച, കൊളീജിയം യോഗ്യതയുണ്ട് എന്ന് കണ്ടെത്തിയ ജഡ്ജിയുടെ കാര്യത്തിൽ അയോഗ്യയാക്കാൻ സുപ്രീം കോടതി ബെഞ്ച് വിസമ്മതിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിവാദ ജഡ്ജി എന്നോ അല്ലെങ്കിൽ ജഡ്ജിയാകുന്നതിന് മുമ്പ് അഭിഭാഷകയെന്നോ ഒക്കെ പറയാവുന്ന വിക്ടോറിയ ഗൗരി BJPയുടെ മഹിളാ മോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, തനിക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് BJPക്കാരിയാണെന്ന് തുറന്നു പറയുന്ന, വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ആക്ഷേപം നേരിടുന്ന വിക്ടോറിയ ഗൗരി മദ്രാസ് ഹൈക്കോടതിയുടെ അഡീഷണൽ ജഡ്ജിയായി അല്പസമയം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ, ഇവർക്ക് എതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന വാർത്തയാണ് വിക്ടോറിയ ഗൗരിയുടെ സത്യപ്രതിജ്ഞ. അതിലെ സുപ്രീം കോടതി ഇടപെടൽ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ. അതേസമയം